ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വെറും റെസിപ്പി അല്ല, അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. റൈസ് റെസിപ്പിയാണ്. നമ്മൾ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി. അത്രയും അടിപൊളിയാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്കും സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുതിട്ടാ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ്, അതായത് മന്തിയെല്ലാം ഉണ്ടാക്കുന്ന റൈസില്ലേ, അത് ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് വെക്കണം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കിലോനുണ്ട്. അതായത് കീമെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലില്ലാത്ത, ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതായത് ബീഫ് വാങ്ങിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് 1/2 കിലോനുണ്ട് കേട്ടോ. നെയ്യോട് കൂടി കുറച്ചെല്ലാം നെയ്യ് വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ അത് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ അത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പറിനെ പറ്റി പറയാം. കുറേ ആൾക്കാർ കമൻ്റ് ആക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്തുള്ള ചോപ്പർ കണ്ടിട്ട്. പിന്നെ സ്റ്റീലിൽ വാങ്ങിച്ചാൽ അത് അതിൻ്റെ റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബീഫും ഇതിൽ തന്നെ ചോപ്പ് ചെയ്തെടുത്തത് മാത്രം. അത് ഞാൻ റീൽസ്, അതായത് ഇൻസ്റ്റയിലേക്ക് എനിക്ക് റീൽസ് പോസ്റ്റ് ചെയ്യാനുണ്ടായിന്, ഷോർട്ട് വീഡിയോ. അപ്പം അതിന് വേണ്ടിയിട്ടും ഞാൻ ഷൂട്ടാക്കിയതായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 5 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു ചോപ്പർ അടിപൊളിയാണ്. അധികം വെയിറ്റ് ഇല്ല കേട്ടോ. പിന്നെ പ്രൈസും അത്ര നല്ലോണം കുറവാണ്. പിന്നെ ഇത് 5 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെതും ആണ്. നമ്മളെ കയ്യിൽ നിന്ന് വീഴോ പൊട്ടുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അടുത്തുള്ളത് ഗ്ലാസിൻ്റെത് 2 ലിറ്ററിൻ്റെതായിരുന്നു. പക്ഷെ അത് എനിക്ക് പേടിയാണ് ഭയങ്കര. നമ്മൾ യൂസ് ആക്കുമ്പോൾ അത് എടുക്കുമ്പോഴും നമ്മൾ കയ്യിലൊക്കെ എണ്ണ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ പണിയെടുക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നല്ലതാണ്. അത് അധികം വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര മൂർച്ചയാണ്. ഇത് 5 ബ്ലേഡ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈയെല്ലാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആ ബ്ലേഡ് എൻ്റെ കയ്യിൽ തട്ടിയിട്ടില്ലേ, ജസ്റ്റ് മുറിഞ്ഞിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഉണ്ട് തോന്നുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു ചോപ്പർ വലുതാണ്. പിന്നെ സ്പീഡ് 1ലും 2ലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ബീഫില്ല ചോപ്പ് ചെയ്തെടുക്കാൻ വെറും 3 സെക്കൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ആയാലും മട്ടൻ ആയാലും എല്ലാം നമുക്ക് മീറ്റ് ചെയ്തെടുക്കട്ടോ. പിന്നെ എല്ലാ വെജിറ്റബിളും എല്ലാം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷൻ ഇതെല്ലാം ഇരിക്കുമ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എടുക്കേണ്ടി വരില്ല, ചില എന്തെങ്കിലും വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 5 ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ എന്തെങ്കിലും കബാബ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനും ബീഫ് മട്ടന് പിന്നെ ഉപ്പേരിക്കുള്ളത് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളി. ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. പിന്നെ യൂസ് ആക്കാനും അടിപൊളിയാണ്. പിന്നെ അത് വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടിയൊരു ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഓഫറുണ്ട്. അപ്പോൾ റെസിപ്പിക്കായിട്ട് ബീഫ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വെള്ളം ഊറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ചിക്കനിലും മട്ടനിലും ഒക്കെ ചെയ്യട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് അതായത് കടലപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണ്, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു കബാബെല്ലാം ഉണ്ടാക്കാനെല്ലാം ഭയങ്കര ഈസിയാണ്. ഇത് കണ്ട 2-3 സെക്കൻഡ് മതി കേട്ടോ നമുക്കിതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടി ഒരു വേഗം വാങ്ങിച്ചോളൂ. ദുബായിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അത് ഷെയർ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സ് ആക്കിയത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോളാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഫാദുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് കേട്ടോ. ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ടെടുക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ടെടുക്കണം. ആദ്യം ഫാദു ഉണ്ടാക്കിയത് വലിയ ബോളായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നല്ല ആവില്ല.
അപ്പം ചെറുതുണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു റൈസിലേക്ക്. അപ്പോൾ അതാ ചെറുതാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പം 1/2 കിലോ ബീഫ് കൊണ്ട് തന്നെ ഒരു 30-31 ബോളോ അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു, 30-31 അങ്ങനെ എന്തോ. അപ്പോൾ ചെറുതായതുകൊണ്ടാണ്. വലുതാക്കുക എന്നുണ്ടെങ്കിൽ ഒരു 10-15 ഉണ്ടാവുള്ളൂ. ഇത് നല്ലോണം ചെറുതാണ് കേട്ടോ. ചെറുതാണ് ഈ ഒരു റൈസിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ചെറുതാക്കിയിട്ട് തന്നെ ചെയ്യട്ടോ. അപ്പോൾ ബോളാക്കാനായിട്ട് ഫാദുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഗ്യാസുമ്മൽ ഓയിൽ ചൂടാക്കാൻ വെക്കാനുണ്ട്, റൈസിന് വെള്ളം വെക്കാനുണ്ട്, റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാദുവിൻ്റെ അടുത്ത്, നല്ലോണം വലുതാക്കിയെടുത്ത്, വലുതാക്കിയാൽ 2ാം പണി എടുക്കേണ്ടി വരും. ചെറിയ ബോൾ തന്നെ ആക്കണം എന്ന് പറഞ്ഞപ്പം ആദ്യം 2-3 ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം റെഡിയായി. അപ്പോൾ അതവിടെ റെഡിയാക്കിക്കൊണ്ടുണ്ട്. മീറ്റ് ബോൾ ഫ്രൈ ആക്കുന്നത് ഇതാ ഈ ഒരു പോട്ടിലാണ് കേട്ടോ, ഈ ഒരു വൈറ്റ്. അപ്പം ഇതാവുമ്പോഴേ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. പിന്നെ അപ്പുറം ഇപ്പുറമൊന്നും തെറിക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫുള്ള് സെറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. ഇപ്പം ഇത് സോൾഡ് ഔട്ടാണ് കേട്ടോ. ഇതില്ല. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷെ നല്ല വെയിറ്റാണ്, കാസ്റ്റ് അയണിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ്. പിന്നെ വേറെ ഒരു അടുപ്പത്ത് ഇതാ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ സുർക്ക, പാകത്തിന് വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ്. അതായത് നമ്മളെപ്പോഴും റൈസ് വേവിക്കുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നതാ, കുറച്ച് വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ ആ റൈസിൽ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതിൻ്റെ പീസുകളെല്ലാം 2-3 ഏലക്ക, 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സുർക്ക, ഉപ്പ്, ഓയിൽ കേട്ടോ, ഇത്രയും ചേർത്തെടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആ മീറ്റ് ബോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് 10-31 ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വേണ്ട, 2 കപ്പ് അരിയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 5-8 ബോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഇതാ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഓയിൽ ചൂടാൻ വെക്കുക. എന്നിട്ട് ബോളുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം ഇളക്കി കൊടുക്കരുത്, ഇട്ടപാട് ഇളക്കി കൊടുക്കരുത്. പിന്നെ ഒരു മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തീ ഒന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിൻ്റെ മുന്നായിട്ട് ഇതാ റൈസിന് വെള്ളം വെച്ചില്ലേ, അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 മണിക്കൂർ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെള്ളം തിളച്ചതിന് ശേഷം റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു റൈസ് വേവിക്കുമ്പോഴല്ലേ നല്ല കൂടുതൽ വെള്ളം വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അതായത് നമ്മൾ മന്തിയെല്ലാം ഉണ്ടാക്കുമ്പം റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നില്ലേ, ആ ഒരു ടൈമിൽ വെള്ളം നല്ലോണം വെച്ചിട്ട് വേണം, വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേണം റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുമില്ല, പിന്നെ പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാ റൈസ് ഉണ്ടാക്കാൻ വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഓയിൽ, അതായത് മീറ്റ് ബോൾ ഫ്രൈ ചെയ്ത് വെച്ച അതിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതാ ഈ ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 3 ഉള്ളി ഇട്ടാ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഉള്ളി, അതായത് ചെറിയ ഉള്ളി, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 3 എടുത്തോളൂ കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് വാട്ടിയെടുക്കണം. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, ഒരു 3 പട്ട, ഒരു കഷ്ണം പട്ട, പിന്നെ 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടാൽ. ഗരം മസാല പൗഡർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ഈ പാക്കറ്റ് ഇഷ്ടമല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയ ഗരം മസാല പൗഡറാണ് കേട്ടോ. അപ്പം അത് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഗരം മസാല പൗഡർ നല്ലൊരു സ്മെല്ല് വരും. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് ഗ്രീൻ പീസും അതുപോലെ തന്നെ 1 കപ്പ് സ്വീറ്റ് കോണും കേട്ടോ. കോണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് ബോളില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ മിക്സാക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മീറ്റ് ബോൾ ഉണ്ടാക്കുമ്പോഴല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്ത്, ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇല്ലേ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് വറ്റി വരണേ, വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ആ ഒരു മസാലയും എല്ലാം കൂടെ ഇതുപോലായി വരണം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പച്ചമുളക് ഒരു 4-5 എണ്ണം ഇതുപോലെ നടു കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് എരിവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീറ്റ്, അതായത് ബീഫ് നമ്മൾ അരക്കുമ്പോൾ തന്നെ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു ടൈമിലാണ് എന്നിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഞാനിതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് കുറച്ചൊരു ഗ്രേവി പോലെ ഇല്ലേ, ഈ ഒരു ടൈമിൽ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ആ പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ട് തന്നെ ആ ഒരു മസാല എടുക്കുന്നുണ്ട്. പിന്നെ മസാല ആ ഒരു പോട്ടിൽ നിന്ന് എടുക്കാൻ കാരണം ഇതിൽ തന്നെ കേട്ടോ ദമ്മിടുന്നത്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ്. മൂടിയായാലും നല്ല വെയിറ്റാണ്. ദമ്മിടാനില്ല, വേറെ മുകളിൽ വേറെ വെയിറ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൽ തന്നെ ഞാനിതാ റൈസ് ദമ്മിടുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് അതിലുണ്ട് കേട്ടോ. എന്നിട്ട് റൈസ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ മസാല ഇതുപോലെ ഇട്ടെടുക്കുക. കുറച്ചായിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഓയിലും പിന്നെ മസാലയും എല്ലാം കൂടെ എടുത്തിട്ട് കുറച്ചായിട്ട് ബോളും എല്ലാം കൂടെ ഇതുപോലെ ചേർത്തെടുക്കുക. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു മസാലൻ്റെ ഫ്ലേവർ എല്ലായിടത്തും എത്തും കേട്ടോ. പിന്നെ കുറച്ചൊരു ഗ്രേവി പോലെ വേണം കേട്ടോ, നല്ലോണം വറ്റിക്കരുത്. കുറച്ചൊരു ഗ്രേവി പോലെ വേണം. ഇതുപോലെ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ആ ഒരു മസാല എത്തുള്ളൂ കേട്ടോ. അപ്പോൾ സെയിം പ്രോസസ്സ് അതേപോലെ തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 മീറ്റ് ബോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാലയും മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ രസമല്ലേ, അപ്പോൾ അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ ഇപ്പം ഞാൻ ഓണാക്കിയിട്ടില്ല കേട്ടോ, തീ ഓഫാണ്. പിന്നെ എപ്പോഴും നമ്മൾ മസാലയും നല്ല ചൂടുവാണ്, റൈസും നല്ല ചൂടുവാണ് കേട്ടോ. മസാല ഒരിക്കൽ ഉണ്ടാക്കി വെച്ച് ചൂടാറിയതിൻ്റെ ശേഷം പിന്നെ റൈസ് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ. റൈസും ഒരേ ടൈമിൽ തിളപ്പിച്ചെടുക്കുക, അതുപോലെ തന്നെ മസാലയും ഒരേ ടൈമിൽ ഉണ്ടാക്കി വെക്കട്ടോ. എന്നാലും രണ്ടും നല്ല ചൂട് വേണം ദമ്മിടുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് യെല്ലോ കളറും റെഡ് കളറും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കഴിക്കാനുള്ളതാണ്. മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് റീൽസും ഷൂട്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പം ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും പഴയ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കട്ടോ.
എന്നിട്ട് തീ ഓഫാക്കിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോട് കൂടി കഴിക്കട്ട. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെയല്ലേ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മന്തിക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ തക്കാളി ചട്നി, അതുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ, ഒന്നും കൂടെ ടേസ്റ്റാണ്. ആരും ഗസ്റ്റ് എല്ലാം വരുമ്പം അങ്ങനെ ഉണ്ടാക്കിക്കോളി. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ല, ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു റൈസിന്റെ പേര് കോഫ്ത പുലാവ് എന്നാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ അതിന് അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെയും ഓക്കെ ബൈ, താങ്ക് യു. ഈ കോഫ്തയും റൈസും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ് മിക്സ് ചെയ്യാം. സൂപ്പറാ. ഇതിന്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ചട്നി വേണ്ടിയവർക്ക് ചട്നി ഉണ്ടാക്കി കഴിക്കാം. തക്കാളിക്ക് കുറച്ച് വില കൂടുതലല്ലേ, അതുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിക്കോട്ടെ, അല്ല അതോ. പൊളി സാധനം, മാഷാ അല്ലാ.